ഈ പടത്തിൽ ഞാനില്ല, എങ്കിലും എൻ്റെ ആ ഒരു കെട്ടിയോളാണ്ട മാലാഹ അത് എന്നെ ഞാനാക്കിയ മൂവിയിൽ ഒന്നാമത് നിൽക്കുന്നതാണ്. പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ദിലീപേട്ടൻ്റെ ഈ പടം ഏറ്റവും ഹിറ്റുകളിൽ ഒന്നാവട്ടെ, ഒരുപാട് ഹിറ്റുകൾ ഇനിയും ഉണ്ടാവട്ടെ. ലിസ്റ്റിൽ തൊട്ടതൊക്കെ 100 മീനി കൊയ്തിട്ടുണ്ട്, അതിൽ ഇതും ഇടം നേടുമെന്ന് ഉറപ്പാണ്. എങ്കിലും ചോദിച്ചട്ടാ എന്നോട് അവിടുന്ന് പറഞ്ഞ് നീ പ്രസംഗിക്കാൻ പോവാണ്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോവാണെങ്കിൽ എന്നെ പോയിട്ട് പറയണം മഞ്ജു മുത്താണോ പൊന്നാണോ സ്വത്താണ്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം ആണെന്ന് ഓഡിയൻസിന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ പടത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇതുപോലെ എന്നോട് വിളിക്കരുത് പറഞ്ഞു, ഇതുപോലെ തന്നെ എന്നെ വിളിക്കരുത് പറഞ്ഞു, വേറെ ആളെ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അസീസിക്ക ഇടിയെങ്ങനെ കിട്ടി ഞാൻ കൊല്ലിടുന്നു. എനിക്ക് ഈ അഭിമാനം എന്ന് പറയാൻ, ഇപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസ് റിയാസ് എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ മകനാണ്. ഞാനും ദിലീപേട്ടൻ്റെ ഒക്കെ ഫാൻസ് അസോസിയേഷൻ വർഷങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി അവരുടെ കൂടെയൊക്കെ നിന്ന ആളാണ്. പക്ഷെ എന്നെ അവ അടുപ്പിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇന്നലെ ദിലീപേട്ടനെ കണ്ടോ, ഇന്ന് കണ്ടോ? അവൻ എന്തും കണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അത് കള്ളാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദിലീപേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുകയും നമ്മുടെ നാട്ടുകാരും വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ ആവുകയും ദിലീപേട്ടനായിട്ടുള്ള ഫോട്ടോയെ കണ്ടപ്പോൾ പിന്നെ അവനോട് അടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ചാൻസ് മാറ്റി തരണേ എന്നൊക്കെ പറയാനും തോന്നി. എന്തായാലും ഒരുപാട് സന്തോഷം ദിലീപേട്ട, മിസ്റ്റർ ഭായ്. ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ സനലെ, അഭിനയം ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ട അഭിനയമാണ്. അതെനിക്ക് കാണണം, അതെനിക്ക് കാണണം. എന്നാലും ഞാനും ഇപ്പോൾ ലിസ്റ്റിൻ ഫാമിലിയിൽ ഒരംഗമാണ്. അപ്പോൾ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് ആവട്ടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. കാരണം ആ ഇരിക്കുന്ന ആ റോയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും പറയാണ്, ഈ പടം വൻ ഹിറ്റാവട്ടെ. വീണ്ടും ദിലീപേട്ടൻ്റെ കൂടെ വീണ്ടും എനിക്കും അഭിനയിക്കാൻ ചാൻസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.